ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് 5 പേപ്പർ ഗ്ലാസ്സുകളാണ്. നമ്മൾ എടുത്തിട്ടുള്ളതിൽ നിന്നും ഒരു പേപ്പർ ഗ്ലാസ് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ 4 പേപ്പർ ഗ്ലാസിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ ഗ്ലാസിൻ്റെ താഴെയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് 3ഉം അതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ അതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ 2 എണ്ണം ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ ഗ്ലാസ് എടുത്തു. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് പേപ്പർ സ്ട്രോ ആണ്. അത് നമ്മൾ പേപ്പർ ഗ്ലാസിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്കതിന് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറച്ച് സമയം ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തത് ഇതുപോലെ നമുക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് രണ്ടും നമുക്ക് ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇന്ന് നമ്മൾ പേപ്പർ കപ്പുകൾ വെച്ച് ഒരു കുഞ്ഞു സൈക്കിളിൻ്റെ മോഡലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ചക്രം ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. അടുത്തത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തു. വീണ്ടും നമ്മളൊരു പേപ്പർ സ്ട്രോ എടുത്തിട്ടുണ്ട്. അത് രണ്ടായി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ 2 പീസും നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫെവി ബോണ്ട് വെച്ച് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒട്ടിക്കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തത് നമുക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായി പേപ്പർ കപ്പുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ ഇതുപോലെ ചക്രങ്ങളെല്ലാം അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെറിയൊരു പീസ് പേപ്പർ സ്ട്രോ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ഒരു പീസ് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊരു പേപ്പർ സ്ട്രോ എടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മളിത് ഓരോന്നും ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് ഒട്ടിക്കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മളത് അവിടെ ഒന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തതെല്ലാം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ പേപ്പർ സ്ട്രോയിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ ചെറിയൊരു പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ചെറിയ പേപ്പർ ഗ്ലാസ് നമുക്കതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മൾ അതും അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതുപോലെയാണ് അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് ഇതുപോലെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇതിന് മുൻപും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്രാഫ്റ്റ് വർക്കിൽ നമ്മൾ തെർമോക്കോളിൻ്റെ മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിൽ നമ്മൾ പെയിന്റ് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള വലിയ പേപ്പർ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡ് കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമുക്കതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ പുള്ളികൾ ഇട്ട് കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ചെറിയ പേപ്പർ ഗ്ലാസ്സിലും പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലും നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പെയിന്റ് കൊടുത്തെടുക്കുകയാണ്. അതിനുശേഷം അതിലും നമുക്ക് പുള്ളികൾ ഇട്ട് കൊടുക്കണം. പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് നമ്മൾ ഇതിന് മുൻപ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് വർക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ ബ്ലൂ കളർ പെയിന്റ് ഇവിടെയും കൂടി കൊടുത്തെടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ അതിന്റെ ചക്രങ്ങളിലും പെയിന്റ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ് ഇതിൽ പെയിന്റ് കൊടുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറിയ പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ പ്ലാന്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മടക്കി കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മളത് മുഴുവനായും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് റോൾ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇതിന്റെ താഴെയുള്ള കുറച്ച് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളതിന് താഴെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് വിടർത്തി കൊടുക്കണം. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പ്ലാന്റും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരെണ്ണം കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. അതും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെറിയ പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് ഇതുപോലെ അതെല്ലാം ഒട്ടിച്ചു കൊടുത്തു. വലിയ പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ ഇതാണ് വെച്ച് കൊടുക്കുന്നത്. വലിയ പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ പേപ്പർ പ്ലാന്റ് ചെയ്തെടുത്ത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റ് കളർ പേപ്പറിൽ നിന്ന് നമ്മൾ കുറച്ച് ചെറിയ പൂക്കൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ പേപ്പർ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റിനെ വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല. നമുക്കത് പെൻ ഹോൾഡറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പേപ്പർ ഗ്ലാസ്സുകൾ വെച്ച് ഇതുപോലെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.